മാത്യൂസ് തൃതീയൻ ഭാവാതിരുമനസ്സുകൊണ്ട് അദ്ദേഹം സമൂഹത്തെ വീക്ഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, എന്നാൽ കൂരയില്ലാത്ത മേൽക്കൂരയില്ലാത്തവർ ഇപ്പോഴുമുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഭവനം പണിതു കൊടുക്കണം, അതാണ് ഇനി ആവശ്യമുള്ള പള്ളികൾ എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരുപാട് കോടികൾ ചെലവാക്കിയിട്ട് ദൈവത്തെ അതിനകത്തിരുത്താൻ വേണ്ടിയുള്ള പള്ളികൾ ഇനി ആവശ്യമില്ല. യഥാർത്ഥ ദൈവം മനുഷ്യനാണ്, അവർക്ക് ഭവനമുണ്ടാകണം. നമ്മുടെ അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥതയോടെ ജീവിക്കുവാനുള്ളൊരു സൗകര്യമുണ്ടാകണം. അതുകൊണ്ട് ഭവനദാന പദ്ധതി അദ്ദേഹം ആവിഷ്കരിക്കുകയാണ്. അതുപോലെ തന്നെ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്തടത്ത് അത് ഉണ്ടാകണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സഹോദരൻ പദ്ധതിയിലൂടെ ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ലഹരിയെക്കുറിച്ചുള്ള നടക്കുന്ന വാർത്തകൾ അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹം യുവജന പ്രസ്ഥാനങ്ങളെ വിളിച്ചു, ഞങ്ങളെല്ലാം വിളിച്ചു. ഇതിൻ്റെ ഒരു സന്ദേശം എല്ലായിടത്തും എത്തിക്കണം. ഭദ്രാസന തലങ്ങളിൽ യുവജന പ്രസ്ഥാനത്തെ തൊട്ടുണർത്തണം. ക്യാമ്പുകൾ ഉണ്ടാകണം, പഠന സംവിധാനങ്ങൾ ഉണ്ടാകണം, ആന്റി ഡ്രഗ്സ് യൂണിറ്റ്സ് ഉണ്ടാകണം, കൗൺസിലിംഗ് സെന്ററുകൾ ഉണ്ടാകണം. സർക്കാരുമായിട്ടും എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റായിട്ടും ഒക്കെ സഹകരിച്ച് ചെയ്യാനൊക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറയും. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ലഹരി വിരുദ്ധ സന്ദേശ യാത്ര. ഞാൻ ആത്താറ്റ് പള്ളിയിൽ സൂചിപ്പിച്ചതുപോലെ ഈ യാത്ര അതിൽ തന്നെ ഒരു യജ്ഞമാണ്, ഒരു പ്രാർത്ഥനാ യജ്ഞമാണ്. എല്ലാവരോടും ഈ ഒരു സന്ദേശം എത്തിക്കുക എന്ന് മാത്രമല്ല, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു ഉത്തരവാദിത്വം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് നിന്നിട്ട് അത് ഏത് രൂപമായാലും അതിന് വേണ്ടി എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നതല്ല പ്രാർത്ഥന. എൻ്റെ രക്ഷയല്ല എൻ്റെ പ്രാർത്ഥന. സമൂഹത്തോട് കരുണ തോന്നണം. അതും നമ്മൾ പറയുന്നത് ദൈവമേ സമൂഹത്തോട് കരുണ തോന്നണം, അങ്ങനെയല്ല. നിന്നിലാണ് ദൈവമുള്ളത്, അതുകൊണ്ട് നിനക്ക് സമൂഹത്തോട് കരുണ തോന്നണം. പാവപ്പെട്ടവരുടെ കണ്ണുനീരെ ഒപ്പുവാൻ ഉള്ള ഒരു സാധ്യത നമുക്ക് കണ്ടുപിടിക്കാനാണ്. ഞാൻ എന്തിനാണ് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നത്? അവിടെ നിന്നുള്ള കൺസൾട്ടൻസി ഒക്കെ നിങ്ങൾ എടുത്തോളൂ. എനിക്ക് ചികിത്സ പരുവലയിൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും കാണാം. അതുകൊണ്ട് നമുക്ക് കരണീയമായിട്ടുള്ളത് നെഗറ്റീവ് ചിന്തിച്ചിട്ടോ വിമർശിച്ചിട്ടോ ഒന്നൊരു കാര്യമില്ല. നമുക്ക് സാധിക്കാവുന്നിടത്തോളം ക്രിയാത്മകമായിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെടാം, നല്ല മാതൃകയാകാം. ഇത്രയും പേർ ഇന്ന് കടന്നു വന്ന് പ്രത്യേകിച്ച് ഈ ലഹരി വിരുദ്ധ സന്ദേശ റാലിക്ക് ആശംസകൾ അർപ്പിക്കുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ നഗരസഭ അധ്യക്ഷ MLA വരാമെന്ന് പറഞ്ഞിരുന്നത് പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വരുവാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ നമ്മൾ ഏറെ പ്രതീക്ഷിച്ചതാണ് സ്പിരിറ്റ് എന്ന മൂവിയിലൂടെയൊക്കെ ലഹരിക്കെതിരെ ശക്തമായ കവിത, സന്ദേശ കവിതകൾ. അതൊന്നും എനിക്ക് അത്ര വലിയ പാട്ടിൻ്റെ ഒരു ഇതൊന്നുമില്ല. ഒരു പക്ഷേ ബാബുവച്ചനൊന്ന് സൂചിപ്പിക്കുമായിരിക്കും. ബാബുവച്ചൻ്റെ ഒറ്റ സുഹൃത്തുക്കളാണ് റഫീഖ് അഹമ്മദും അതുപോലെ തന്നെ KB കൃഷ്ണകുമാർ, ഹരിനാരായണനും ഒക്കെ. അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയുന്ന നിസ്സാര കാര്യമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പ്രത്യേക സാഹചര്യത്തിൽ വരാനൊത്തില്ല. അവർക്കൊക്കെ വേണ്ടി ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് നമുക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗം എന്നുള്ള രീതിയിൽ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തിയിരിക്കും.